വിശുദ്ധ മർക്കോസ് എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വേദഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വേദഭാഗത്തിൽ കർത്താവ് തമ്പുരാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണെന്നുള്ള വലിയ ആരോപണം സപ്രയന്മാർ തമ്പുരാൻ്റെ മേൽ ചുമത്തുകയാണ്. അതിന് മറുപടിയായി കർത്താവ് പറയുന്നൊരു നല്ല വാക്ക് ഇപ്രകാരമാണ്: ഇതാ, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടാൻ പോകുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം? പല വ്യാഖ്യാനങ്ങളും പല ചിന്തകളും പഠനങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ മനോഹരമായിരിക്കുന്ന ഒരു വ്യാഖ്യാന പ്രകാരമാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്ന് പറയുന്നത് കാപട്യമാണ്. മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മുൻപിൽ മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്ന അവസ്ഥയാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. നമുക്കിവിടെ നന്നായി അറിയാം. ഈ സപ്രയന്മാർക്കോ അവിടെ കൂടി വന്ന ആളുകൾക്കോ വലിയ പണ്ഡിതന്മാർക്കോ അറിയാൻ പാടില്ലായിട്ടല്ല കർത്താവ് തമ്പുരാൻ ചെയ്യുന്നതൊക്കെ ഇത് വലിയ സ്വർഗീയമായിരിക്കുന്ന ശക്തിയിൽ തന്നെയാണെന്ന്. പക്ഷെ അത് അംഗീകരിച്ചാൽ ഇവരുടെ സ്ഥാനങ്ങൾക്ക് മാറ്റം വരാം, ഇവർക്കെതിരെ ജനം തിരിയാം, ഇവരുടെ അധികാരങ്ങൾക്ക് കോട്ടം സംഭവിച്ചേക്കാം, കർത്താവിൽ കുറേ പേര് വിശ്വസിച്ചേക്കാം. അപ്പോൾ നിലവിൽ അവരുടെ സാഹചര്യങ്ങളും അവരുടെ അധികാരങ്ങളും പോയേക്കാം എന്ന ഭയത്തിൽ കാപട്യം നടിച്ചുകൊണ്ട് സത്യത്തിനെതിരെ സംസാരിക്കുകയാണ് ആ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ കൃപയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾ സാത്താൻ്റെ മേൽ, പിശാചിൻ്റെ തലവൻ്റെ മേൽ ആരോപിക്കുക? സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കാപട്യം എന്ന് പറയുന്ന വലിയ പാപത്തെ നമ്മൾ മുറുകെ പലപ്പോഴും പിടിക്കാറുണ്ട്. എന്താണ് ഈ കാപട്യം? വളരെ ലളിതമായി ചിന്തിക്കാം. വാത്സല്യമില്ലാതെ തൻ്റെ കുഞ്ഞിനെ ചുംബിക്കുന്നത് കാപട്യമല്ലേ? പ്രണയമില്ലാതെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതും കാപട്യമല്ലേ? ഉള്ളിൽ ദൈവമില്ലാതെ സ്തോത്രം പറയുന്നതും കാപട്യമാണ്. എത്ര മനോഹരമായിരിക്കുന്ന വാക്കുകളാണ് എഴുത്തുകാരൻ ഇപ്രകാരം എഴുതി വെച്ചത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ കാപട്യമില്ലാതെ ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെ മുമ്പിൽ മുഖം മൂടി അണിയാതെ സത്യമായി നിലകൊള്ളാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.